നേരത്തെ അത് ഒരെണ്ണം മാത്രമേ തിന്നുന്നുള്ളൂ. ഉണ്ടോ? മറ്റേതിനും കൊടുക്ക്. ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് വീശാൻ പോവാം. വല വീശാൻ പോവാം. നമ്മളെപ്പോഴും വീശുന്ന സ്ഥലത്തല്ല, ഇന്ന് വേറൊരു സ്ഥലത്താണ് വീശാൻ പോകുന്നത്. നമുക്ക് എന്തുമാത്രം മീൻ കിട്ടുമെന്ന് നോക്കാം. പോവാം, വാ. നമ്മുടെ വീശേണ്ട സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നോക്കാം. അപ്പം ഞങ്ങൾ 2 പേര് വെള്ളത്തെ നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. ഒരു ചെറിയ അനക്കം മതി, ഇത് ചെറിയ നിങ്ങൾ പോവും. ചേട്ടാ, മറിയുന്നുണ്ടോ? വേലൊരു വല വീശ. ഇവിടൊക്കെ ഉടക്കൊന്നും അറിയാൻ മേല. നമ്മളിവിടെ വീശാത്ത സ്ഥലമാണ്. മീനൊന്നും ഉണ്ട്. ഉണ്ട്. ഇത് സാധാരണ നമ്മുടെ വയം പല്ലിത്. എറമ്പിലടിപ്പിച്ചിട്ട് എടുക്കാം. ഇത് വയം പല്ലിത്, ചൂടായെന്ന് പറയും. ഇത് ഏറ്റവും ടേസ്റ്റുള്ള മീനാണ്. ഈ മീനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ വയമ്പൊക്കെ ആണെങ്കിൽ എളുപ്പം അഴുക്കായി പോകും. ഇത് ചൂടയാണ്. ഇത് ഏറ്റവും ടേസ്റ്റുള്ള മീനാണ്. ഇത് ഡിമാൻഡുള്ള മീനാണ്. നല്ല വില കിട്ടുന്ന മീനാണ്. ഇവിടെ കനലത്ത് വന്ന് നമുക്കിതൊന്ന് കുടഞ്ഞെടുക്കാം. ഇതെല്ലാം ഈ കണ്ണിൻ്റെ ഇടയ്ക്ക് കയറുന്നതാണ്. ഇത് ഈ ഒരു സീസണിൽ ഇങ്ങനെ കിട്ടത്തുള്ളൂ. ഇത് അപൂർവമായിട്ട് കിട്ടുന്ന മീനാണ്. സ്ഥിരമായി നമുക്ക് വയമ്പിനെ പോലെ എപ്പോഴും കിട്ടത്തില്ല. ഇത് മുഴുവൻ കണ്ണിക്കകത്ത് കയറിയിരിക്കുന്നത് കൊണ്ടോ, ഇതിന് ഊരിയെടുക്കുന്ന ഒരു പണിയാണ്. ചിലപ്പം ചാവും. ഇത് ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എളുപ്പം അഴുക്കായി പോകുന്ന മീനല്ല.
കുടഞ്ഞ പകുതി വരെ കയറിയിരിക്കുക. ഇനിയും വലയുടെ കണ്ണിൽ കയറിയിരിക്കുക. അത് നമുക്കിത് ബക്കറ്റിലോട്ട് ഇട്ടിട്ട് നമുക്കിത് ഊരിയെടുക്കാം. ഇതുണ്ട് നല്ല എക്ലസ് മീനാണ്. അങ്ങനെ കുടഞ്ഞ ഇത് മുഴുവൻ തെറിച്ച് വല്ല വഴിക്കും പോവും. എനിക്കിടെ കയറിയിരുന്ന മീനെ നമ്മൾ ഒരു കണക്കിന് വള്ളത്തെ വെച്ച് എല്ലാം കുടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മലയെല്ലാം ഒന്ന് എടുക്കട്ടെ. ഇവിടെ മീൻ വന്നിട്ട് പോകുന്നില്ല. ഈ സൈഡിൽ വേറെ മീൻ ഇരിപ്പുണ്ട്, നമ്മൾ കാണാറില്ല. ഇത്ര മീൻ കണ്ണിക്കിടെ കയറിയിരുന്ന സൂപ്പർ മീനാണ് ഇത്. നമുക്കൊന്നുകൂടെ വീശാൻ പോവാം. നിൽക്കുന്ന സ്ഥലമാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ എല്ലാം ഉണ്ട്, പക്ഷേ എല്ലായിടത്തും ഇത് നിരന്നതാണ്. കൂടി നിൽക്കുന്നിടത്ത് നമുക്ക് പോയി വീശാം. നമ്മൾ ഈ 2 പേര് വള്ളത്തിൽ ഇരിക്കുന്നൊരു നോക്കാം. ഇതിനകത്തുനിന്ന് മാത്രം ഇവിടെ നോക്കാം. ഇതിനകത്തുണ്ടെന്ന് ഈ പറയുന്ന പോലെ ഇതിനകത്തില്ല. ഈ കിട്ടിയ മീൻ നമുക്ക് കുടഞ്ഞെടുക്കാം. ഇതിനകത്ത് മീൻ കുറവാണ് നമുക്ക് കിട്ടിയത്. നന്ദൻ
മരശി ചുണ്ട് ചോന്നിരിക്കുന്നുണ്ടോ? മരശ ഇത് പാത്രത്തിൽ ഇടണോ? അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഇടണോ? ഇതങ്ങോടിച്ചാൽ മതി. ഇത് നമ്മുടെ ആ സൈസ് മീനല്ല, നന്ദനാണ്. ഒരു വലയുടെ വീശിയിട്ട് നമ്മൾ പോകാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ രണ്ടാമത്തെ വലയ്ക്ക് നമുക്ക് ഇതിനെ കിട്ടിയില്ല. നമുക്ക് ഒരു വലയുടെ ഒന്ന് വീശി നോക്കാം. ഇതല്ലേ? അതന്നെ ആഴവാ. ഇതിനകത്തും കുറവാണ്. ചെറിയ കോലയേ ഉള്ളു. നമ്മൾ ഇവിടെ കുറച്ച് സമയം നോക്കി, ആ കിട്ടിയ വേമ്പേ ഉള്ളൂ, പിന്നെ നിരിക്കുന്നില്ല. നമ്മളപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒന്നുകൂടെ നോക്കാം, നിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു വലയുടെ വീശ. ഒന്നുകൂടെ നിരിക്കുന്നുണ്ട്, നമുക്ക് ഒന്നുകൂടെ വീശി നോക്കാം. അതുകൊണ്ടാ ഈ വയമ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കോലായ. നിങ്ങളുടെ വള്ളം ചെറുതായതുകൊണ്ട് ഇതെല്ലാം ഈ വള്ളത്തെ തന്നെ ഇരുന്ന് വീഡിയോയും കൂടെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പല എളുപ്പം എടുത്ത് വീശാനൊന്നും നോക്കത്തില്ല. ഇത് ഭയങ്കര താഴ്ചയാണ്, കണ്ടോ? നോക്കാം, നല്ല പോലെ ബാലൻസ് പിടിച്ചാൽ ഇത് കോലയൊക്കെ ഇത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം കുറേ ദിവസം ഞങ്ങളെ കാണാതിരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായിരുന്നു. എനിക്കും ഉണ്ണിക്കും വീട്ടിലെ വേലാമ്മയ്ക്കും ഒക്കെ പനിയായിരുന്നു. അതാണ് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാനോ പണിക്കൊന്നും പോകാനോ ഒക്കാതെ വന്നു. അതുകൊണ്ടാണ് ഞങ്ങളെ കാണാതിരുന്നത്. ഇനി നമ്മൾ നേരെ ഇന്ന് പോലെ ഞങ്ങൾ പണിക്ക് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് ചെന്നിട്ട് ഈ വലയെല്ലാം കുടഞ്ഞ് നമുക്ക് കിട്ടിയ മീൻ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ വീട്ടിൽ കടയിൽ നിന്ന് എടുത്ത് നമുക്ക് ഈ വീശിയ വലയൊന്ന് കുടഞ്ഞെടുക്കാം. ഇതിലെ മീനൂടെ എടുക്കാം. അതിനകത്ത് നമുക്ക് മുരശ് മാത്രമേ ഉള്ളൂ. നമുക്കിതിനകത്ത് ഇത്രയും കോലയായി കിട്ടി. മീനെല്ലാം പല രീതിയിൽ തിരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത്രയും കോല
വയമ്പ് അല്ല ചൂട. ഉണ്ട് എപ്പോഴും നമുക്ക് വയമ്പിൻ്റെ കാര്യമാണ് ഓർമ്മ വരുന്നത്. ചൂട എന്ന് പറയുന്ന സാധനം നമ്മൾ ഒത്തിരി ചൂടയുണ്ട്. ഇത് കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും വീണ്ടും വരാം. ഓക്കെ. അമ്മിണി 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 കൊണ്ട് അമ്മിണി വരുന്നതേ ഉള്ളു. അത് കോഴി കൊണ്ടുപോയി. പേത്ത വരുന്നത് കൊണ്ടാണ് അമ്മിണി മാറി നിൽക്കുന്നത്. വേണ്ട അമ്മിണിക്ക് എന്തോ ഇന്ന് മീൻ വേണ്ട. പേത്ത അത് ഒരെണ്ണം മാത്രമേ തിന്നുന്നുള്ളൂ. ഉണ്ടോ? മറ്റേതിന് കൊടുക്ക്. ഈ നിലയിലെ കമ്പി പോലാണ് ഇരിക്കുന്നത്. ഉണ്ടോ? സ്ഥലം കേട്ടോ.